പാകിസ്ഥാനെ വിറപ്പിച്ച ഓപ്പറേഷൻ സിന്ദൂർ ഓരോ ഇന്ത്യക്കാരന്റെയും നെഞ്ചിൽ പോരാട്ടത്തിന്റെ നിലയ്ക്കാത്ത ശബ്ദമാകുമ്പോൾ പറയാതിരിക്കാൻ കഴിയാത്ത ഒന്നുണ്ട്: ബ്രഹ്മോസ് മിസൈലുകൾ. ബ്രഹ്മോസിന്റെ കരുത്ത് അറിയണോ? എങ്ങനെ ഉണ്ടായിരുന്നുവെന്ന് പാകിസ്ഥാനോട് ചോദിച്ചാൽ മതിയെന്ന യോഗിയുടെ വാക്കുകൾ ഓരോ ഇന്ത്യക്കാരനും നൽകിയ ഊർജം ചെറുതല്ല. ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും ചർച്ചയാവുകയാണ് ബ്രഹ്മോസിന്റെ പ്രഹരം. അതിന്റെ ഭാഗമായി തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ തായ്ലൻഡ്, സിംഗപ്പൂർ, ബ്രൂണൈ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ ബ്രസീൽ, ചിലി, അർജന്റീന, വെനസ്വേല, മധ്യകിഴക്കൻ രാജ്യങ്ങളായ ഈജിപ്ത്, സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ എന്നീ രാജ്യങ്ങൾക്ക് പുറമെ വിയറ്റ്നാം, മലേഷ്യ, സൗത്ത് ആഫ്രിക്ക, ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങൾ ബ്രഹ്മോസ് വാങ്ങാൻ താൽപര്യം അറിയിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലേക്ക് ഇന്ത്യ തൊടുത്തത് 15 ബ്രഹ്മോസ് മിസൈലുകളാണ്. പാകിസ്ഥാന്റെ 13 തന്ത്രപ്രധാന വ്യോമതാവളങ്ങളിൽ 11 ഇന്ത്യ ആക്രമിച്ചുവെന്നും കനത്ത നഷ്ടമുണ്ടാക്കിയെന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പാക് വ്യോമസേനയുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ 20% നാശമാണ് ഇന്ത്യ ഉണ്ടാക്കിയത്. ഉപയോഗിച്ചതാവട്ടെ ഇന്ത്യയുടെ ആവനാഴിയിലെ കരുത്തുറ്റ ആയുധമായ ബ്രഹ്മോസിനെയും. 1998 ഫെബ്രുവരി 12 ഉടമ്പടി പ്രകാരം ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ച സൂപ്പർസോണിക് ക്രൂസ് മിസൈലാണ് ബ്രഹ്മോസ്. ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്കോ നദിയുടെയും പേരുകളിൽ നിന്നാണ് ബ്രഹ്മോസ് എന്ന പേരുണ്ടാവുന്നത് തന്നെ. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ക്രൂസ് മിസൈൽ എന്ന പെരുമയോടെയാണ് ബ്രഹ്മോസ് വികസിപ്പിച്ചിരിക്കുന്നത്. 2001 ജൂൺ 12 ബ്രഹ്മോസ് എന്ന വജ്രായുധം ഇന്ത്യ ആദ്യമായി പരീക്ഷിക്കുന്നത്. രാജ്യത്തിന്റെ ആയുധശേഷിയിലേക്ക് കൂട്ടിച്ചേർത്തെങ്കിലും ബ്രഹ്മോസ് ആദ്യമായി യുദ്ധസമാന സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് വേണ്ടിയാണ്. മെയ് 11 ലക്നൌവിലെ ബ്രഹ്മോസ് ഇന്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റി സെന്റർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയുടെയും റഷ്യയുടെയും മികച്ച പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ സംഗമമാണ് ബ്രഹ്മോസ് മിസൈൽ എന്നാണ് ഉദ്ഘാടനം നടത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകളിൽ ഒന്നു മാത്രമല്ല, ഇന്ത്യൻ സായുധ സേനയുടെ ശക്തിയുടെ, ശത്രുക്കൾക്കെതിരായുള്ള പ്രതിരോധത്തിന്റെ, രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കാനുള്ള സൈന്യത്തിന്റെ പ്രതിബദ്ധതയുടെ സന്ദേശമാണ് ബ്രഹ്മോസ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സോളിഡ് പ്രൊപ്പല്ലന്റ് ബൂസ്റ്റർ എഞ്ചിനുള്ള മിസൈലാണ് ബ്രഹ്മോസ്. അതായത് 290 കിലോമീറ്റർ അകലെയുള്ള ശത്രുവിനെ വരെ തകർക്കാൻ സാധിക്കുമെന്ന് സാരം. 300 കിലോ വരെ വഹിക്കാൻ ശേഷിയുള്ള ബ്രഹ്മോസിന് 15 കിലോമീറ്റർ വരെ ഉയരത്തിലും 10 മീറ്റർ വരെ താഴ്ന്നും പറക്കാൻ സാധിക്കും. 2 ഘട്ടങ്ങളിലായാണ് ഇതിന്റെ പ്രവർത്തനം. മിസൈലിനെ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കൂടിയ സൂപ്പർസോണിക് സ്പീഡിൽ ലോഞ്ചറിൽ നിന്ന് വേർപെടുത്തുന്നതാണ് ആദ്യഘട്ടം. ലിക്വിഡ് റാം ജെറ്റിന്റെ പ്രവർത്തനത്തോടെ മിസൈലിനെ ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗത്തിലേക്ക് മുന്നോട്ട് നയിക്കുന്നതാണ് രണ്ടാമത്തെ ഘട്ടം. ദ്രവ ഇന്ധനം ഉപയോഗിക്കുന്ന ഒരു ജെറ്റ് എഞ്ചിനാണ് ലിക്വിഡ് റാം ജെറ്റ്. വിക്ഷേപണത്തിനു ശേഷം നിയന്ത്രണങ്ങളോ നിർദ്ദേശങ്ങളോ ആവശ്യമില്ലാത്ത നിയന്ത്രിത ആയുധമാണ് ബ്രഹ്മോസ് മിസൈലുകൾ. അതുകൊണ്ടാണ് ഇവയെ ഫയർ ആൻഡ് ഫോഗറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. നിലവിൽ ബ്രഹ്മോസിനെ വിപുലീകരിച്ച് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. 350 മുതൽ 400 കിലോമീറ്റർ വരെയാണ് ബ്രഹ്മോസിന്റെ നിലവിലെ ദൂരപരിധി. 800 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഹൈപ്പർസോണിക് അഥവാ ശബ്ദത്തേക്കാൾ 5 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകളുടെ വിപുലീകരണം പദ്ധതിയിലുണ്ട്. സബ്സോണിക് ക്രൂയിസ് മിസൈലുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബ്രഹ്മോസിന് 3 ഇരട്ടി വേഗതയും 2.5 ഇരട്ടി ഫ്ലൈറ്റ് ദൂരപരിധിയും ഉയർന്ന സ്പീക്കർ ദൂരപരിധിയുമുണ്ട്. ഇത് ഉയർന്ന കൃത്യതയ്ക്കും 9 ഇരട്ടി കൂടുതൽ കൈനറ്റിക് എനർജിക്കും കാരണമാകുന്നു. 300 കിലോയോളം സ്ഫോടക വസ്തു വഹിക്കാൻ ശേഷിയുണ്ട്. വരും വർഷങ്ങളിൽ ഈ യൂണിറ്റിൽ 100 മുതൽ 150 വരെ പുതിയ തലമുറ ബ്രഹ്മോസ് മിസൈലുകൾ നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. അടുത്ത തലമുറ മിസൈലുകൾ 1 വർഷത്തിനുള്ളിൽ തന്നെ നിർമ്മിച്ച് വിതരണം ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷയും. നിലവിൽ സുഖോയ് പോലുള്ള യുദ്ധവിമാനങ്ങൾക്ക് ഒരു ബ്രഹ്മോസ് മിസൈൽ മാത്രമേ വഹിക്കാൻ സാധിക്കൂ. എന്നാൽ പുതിയ തലമുറ മിസൈലുകൾക്ക് 3 വരെ വഹിക്കാൻ സാധിക്കുമെന്നത് വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കും.
2900 കിലോഗ്രാം ഭാരമുള്ള ഇപ്പോഴത്തെ ബ്രഹ്മോസ് മിസൈലിനെ അപേക്ഷിച്ച് പുതിയ തലമുറ മിസൈലിന് 300 കിലോമീറ്ററിലധികം പ്രഹരപരിധിയും 1290 കിലോഗ്രാം ഭാരവുമാണ് ഉണ്ടാവുക. ഇത് ഭാരം കുറവായതിനാൽ കൂടുതൽ എണ്ണം വിമാനങ്ങളിൽ ഘടിപ്പിക്കാൻ സാധിക്കും. കപ്പലിൽ നിന്ന് കപ്പലിലേക്ക് തൊടുക്കാവുന്ന രീതിയിലാണ് ആദ്യം ബ്രഹ്മോസ് നിർമ്മിച്ചതെങ്കിലും പിന്നീട് കരയിൽ നിന്നും ആകാശത്തു നിന്നും വിടാവുന്ന തരത്തിലുള്ള മിസൈലുകൾ വികസിപ്പിച്ചു. അന്തർവാഹിനി, യുദ്ധക്കപ്പൽ, പോർ വിമാനം, മൊബൈൽ ലോഞ്ചർ എന്നിവിടങ്ങളിൽ നിന്ന് തൊടുക്കാവുന്ന രീതിയിൽ മിസൈലുകൾ ഇന്ത്യയിൽ വികസിപ്പിച്ചിട്ടുണ്ട്. 3 സെക്കൻഡിന്റെ ഇടവേളകളിലാണ് ബ്രഹ്മോസ് മിസൈലുകൾ തൊടുക്കാൻ പറ്റുക. ഒരേ സമയം വ്യത്യസ്ത ദിശകളിലേക്ക് കൃത്യമായി അയക്കാനും സാധിക്കും. എന്നിരുന്നാലും ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ കരുത്ത് ലോകരാജ്യങ്ങൾ തിരിച്ചറിയാൻ ഓപ്പറേഷൻ സിന്ദൂർ ഇടയാക്കിയെന്നാണ് വിലയിരുത്തൽ. ഒപ്പം പാകിസ്ഥാനെ വിറങ്ങലിപ്പിച്ച സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് നമ്മുടെ ആയുധക്കരുത്തിന്റെ തലയെടുപ്പായി നിൽക്കുമ്പോൾ ഏത് എതിരാളിയെയും നേരിടാൻ ഇന്ത്യ സുസജ്ജമാണ് എന്നതിൽ എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാം.